എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നലത്തെ വീഡിയോ ഒരു 500 പേരൊക്കെ കണ്ടിട്ടുണ്ട്. കമൻറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. കമൻറ്റുകൾ ഇട്ടവർക്ക് എൻ്റെ ആശംസകൾ എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും എനിക്ക് വളരെ സന്തോഷമായ കുറച്ച് കമൻറ്റുകളൊക്കെ കാണാൻ കഴിഞ്ഞതിൽ. വളരെ നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളുണ്ട്, പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളുണ്ട്. എനിവേ താങ്ക് യു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിബൽ, REBEL, റിബൽ എന്ന് പറയുന്ന തമിഴ് സിനിമയെ കുറിച്ചിട്ട് സംസാരിക്കാനാണ്. GV പ്രകാശാണ് ഇതിനകത്ത് നായകനായിട്ട് വരുന്നത്. നിഖിൽ RS എന്ന് പറയുന്ന പുള്ളിയാണ് ഇതിന്റെ തിരക്കഥയും ഡയറക്ഷനൊക്കെ ചെയ്തിട്ടുള്ളത്. അതേപോലെ നമ്മുടെ നമിത ബൈജു ഈ പടത്തിൽ ഒരു പ്രധാന കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. ഈ പടത്തെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ, എന്തിനാണ് ഒരു തമിഴ് പടത്തിനെ കുറിച്ച് അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ, അല്ലെങ്കിൽ തിയേറ്ററുകളിൽ റിലീസായി OTTയിൽ റിലീസായതിനു ശേഷം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഈ സിനിമ കാണാനിടയായത്. മലയാളികളെ ഇത്രയധികം ആക്ഷേപിക്കുന്ന ഒരു സിനിമ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അതായത് ചിലപ്പോൾ എന്താ പറയുക, നമ്മുടെ കേരള സ്റ്റോറിയൊക്കെ ഉണ്ടായിരിക്കാം, ഞാനത് കാണാൻ മുതിർന്നിട്ടില്ല. പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മളുടെ ആളുകളെയും നമ്മുടെ കുട്ടികളെയും വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലായിരുന്നു ഈ പടത്തിൻ്റെ ഒരു മേക്കിംഗ്. അപ്പോൾ നമുക്കിതിൻ്റെ കാര്യങ്ങളിലേക്ക് പോവാം. ഈ പടത്തിനെ കുറിച്ച് എന്തിനാണ് സംസാരിക്കുന്നത് എന്നുള്ളത് ഇതിൻ്റെ അവസാനം ഞാൻ പറയാം. അപ്പോൾ ഈ പടം സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്നാറിൽ നിന്നാണ്. മൂന്നാറിൽ തമിഴ്നാട്ടിൽ നിന്നും വന്ന് അവിടെ താമസിച്ച് അവിടുത്തെ ടീ എസ്റ്റേറ്റുകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളും അവരുടെ കുടുംബത്തിലെ കുട്ടികൾക്ക് പഠിക്കാൻ ഒരു അവസരം ഉണ്ടാകുന്നു. അവിടെയുള്ള ആൾക്കാർക്ക് 2-3 പേർക്ക് പാലക്കാട് തമിഴ്നാട് ബോർഡറിൽ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നു. അങ്ങോട്ട് പോകുന്നു. പക്ഷേ കോളേജ് കേരളത്തിലാണ്. അവിടെ പഠിക്കാൻ ചെല്ലുമ്പോൾ അവർ ഉദ്ദേശിച്ച പോലെയൊന്നല്ല കാര്യങ്ങൾ, അവിടുത്തെ അവസ്ഥകളും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രാഷ്ട്രീയ കക്ഷികൾ അവിടെ ഉണ്ട്. അതുകൂടാതെ തന്നെ വിവേചനം, അത് മലയാളി തമിഴൻ എന്ന് പറയുന്ന ഒരു വിവേചനം സ്പഷ്ടമായിട്ട് തന്നെ അതിനകത്ത് എടുത്തു പറയുന്നു. ഞാനിപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ്സ് പോസിറ്റീവ്സ് അങ്ങനെയൊന്നും പറയുന്നില്ല, ഞാൻ കഥ പറഞ്ഞു പോവാണ്. അപ്പോൾ ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്ന പിള്ളേരെ കോളേജുകളിൽ നിന്ന് വേറെ ഏതോ താഴ്ന്ന കിടയിൽ നിന്നുള്ള ആൾക്കാരാണെന്നുള്ള രീതിയിൽ അവരെ മാറ്റി നിർത്തപ്പെടുന്നതും അവർക്കെതിരെയുള്ള ക്രൂരതകളുമാണ് ഇതിനകത്ത് മെയിനായിട്ട് പറഞ്ഞു വരുന്നത്. അതിൻ്റെ ഇടയിൽ 2 രാഷ്ട്രീയ പാർട്ടികൾ വരുന്നു. 2 രാഷ്ട്രീയ പാർട്ടികൾ വന്നാലും അവർ കോളേജിൽ അധികാരത്തിൽ വന്നാലും കുറച്ച് നാളുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തമിഴന്മാരോടുള്ള അല്ലെങ്കിൽ തമിഴ് സ്റ്റുഡൻസിനോടുള്ള ഒരു സമീപനം ഏകദേശം ഒരുപോലെയായിരിക്കും. അവരെ മാറ്റി നിർത്തുകയും അവരെ ഉപദ്രവിക്കുകയും ഒന്നിലും അവരെ എന്റർടൈൻ ചെയ്യിപ്പിക്കാതെ അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അവർ ക്രൂരമായിട്ട് പീഡിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് അതിനകത്ത് കാണിക്കുന്നത് തന്നെയുള്ളത്. അപ്പോൾ ഈ മലയാള നാട്ടിൽ 2 പാർട്ടികൾ എന്ന് പറയുന്നത് ചുവപ്പ് കൊടി, നീലക്കൊടി, അതേതാന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഈ 2 പാർട്ടികളും ഇവരോട് കാണിക്കുന്ന ക്രൂരതയെ കുറിച്ചിട്ടാണ് ഈ സിനിമയിൽ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയമാണ് അത് പറയാനുള്ള ഒരു മീഡിയമായിട്ട് അവർ ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ അത് അത്ര എഫക്റ്റീവായിട്ട് അവർ ഉപയോഗിക്കാൻ പറ്റിയില്ല. പക്ഷെ ഇത് അവർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം തൊട്ടുകൂടായ്മ, തീണ്ടുകൂടായ്മ, അതുപോലെ തന്നെ ജാതി, മതം, ജോലി, ഇതിൻ്റെയൊക്കെ പേരിൽ നമ്മൾ വിവേചിച്ച് നിർത്തുന്ന ആൾക്കാരും അവരനുഭവിക്കപ്പെടുന്ന കഷ്ടപ്പാടും അവരുടെ മാനസികാവസ്ഥയുമാണ് ഇതിനകത്തൂടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ ഒരു വിഷയം നമ്മൾ എന്തായാലും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഈ സിനിമ കാണുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണം. ഇന്നത്തെ 80s നടക്കുന്ന ഒരു കഥയായിട്ടാണ് ഇതിനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കഥയിൽ 80s ഇങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് കാലഘട്ടത്തിൽ അത് ഉണ്ടാവില്ല, എല്ലാവരും ഭയങ്കര ബ്രോഡ് മൈൻഡാണ്. അങ്ങനെയൊന്നുമില്ല. ഇന്നും പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിവേ, ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മലയാളികളാണ് അവിടുത്തെ 2 പാർട്ടികളും ലീഡ് ചെയ്യപ്പെടുന്നത്. ഈ ലീഡ് ചെയ്യുന്ന ഈ മലയാളികളെ ഇവരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നതും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നു. അവസാനം അവരുടെ ഒരു ഫൈറ്റിലൂടെ, റെബലസ് ആയിട്ടുള്ള ഒരു ഫൈറ്റിലൂടെ അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ സിനിമ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ സിനിമയുടെ കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന പറയുന്നത് GV പ്രകാശിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുറേ പടങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ടാവും. വളരെ സെറ്റിൽ ആയിട്ടുള്ള രീതിയിൽ വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന ഒരു ആക്ടറായിട്ടാണ് നമുക്ക് GV പ്രകാശിനെ അറിയപ്പെടുന്നത്. പക്ഷേ ആ GV പ്രകാശിൻ്റെ എല്ലാ സിനിമകളിലും അദ്ദേഹം എന്താണോ ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ് ഈ സിനിമയിലും കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന് ആ ക്യാരക്ടർ അത്രയധികം ക്യാരി ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഒരു നമിത ബൈജുവിനെ ഇതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമിത ബൈജുവിനും ഈ സെറ്റിൽ ആയിട്ടുള്ള ക്യാരക്ടർ അധികം ക്യാരി ചെയ്യാൻ
ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ ഒരു ക്യാരക്ടറിന് വളരെയധികം പ്രാധാന്യം ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ തുടക്കത്തിൽ കുറച്ച് പ്രാധാന്യമൊക്കെ കൊടുത്തെങ്കിലും അവസാനം വരുമ്പോൾ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പോലെ ഒരു അവസ്ഥയായി നമിത ബൈജുവിൻ്റെ. സോ പിന്നെ ഇതിനകത്ത് 2 മലയാളികൾ കൂടി വരുന്നുണ്ട്. അതിൽ 2 പേരും അത്യാവശ്യം തിരക്കേടില്ലാതെ തന്നെ അവരുടെ ക്യാരക്ടറുകൾ ചെയ്തു എന്ന് തന്നെ പറയാം. പിന്നെ ഈ സിനിമ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ഇതിനകത്ത് ഉയർന്നു വരുന്ന ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൻ്റെ കഥ അതല്ലെങ്കിൽ അവർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതിനൊരു ഡെപ്ത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളത് ഇതിനോടനുബന്ധമായിട്ട് വരുന്ന ചോദ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ രാഷ്ട്രീയ പാർട്ടികളെയും രാഷ്ട്രീയ പാർട്ടികളുടെ പാരമ്പര്യത്തെയും കൂടുതലായി പഠിക്കാതെയാണ് ഇതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. എന്താ പറയുക, അനാവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്ലേസിംഗ് ആയിരുന്നു അല്ലെങ്കിൽ പ്രതിപാദനമായിരുന്നു എന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോവും. ഇങ്ങനെയൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പലപ്പോഴും ചിന്തിക്കുന്നു. നമുക്കറിയില്ല, പക്ഷെ നമ്മുടെ അറിവുകളിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. കോളേജുകളിൽ റാഗിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാം, പക്ഷെ രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടുന്നതിന് ഒരു പരിധി ഉണ്ടായിരുന്നു. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഒരു ധാരണ. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, നമുക്ക് സംസാരിക്കാം അതിനെക്കുറിച്ച്. അപ്പോൾ ഈ സിനിമ OTTയിൽ അവൈലബിൾ ആണ്, നിങ്ങളെല്ലാവരും കാണണം. ഈ സിനിമ കണ്ടിട്ട് ഈ സിനിമ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം അത് വേറെ രീതിയിൽ നമ്മുടെ അടുത്തേക്ക് വേറെ ഒരു രീതിയിൽ നമ്മുടെ മുന്നിലോട്ട് എത്തിച്ചിരുന്നെങ്കിൽ ഇതിന് സ്വീകാര്യത ഉണ്ടായിരിക്കാമോ എന്നുള്ള കാര്യം നിങ്ങൾ പറയണം. പിന്നെ ഇത് ഡയറക്ഷനും സ്റ്റോറിയും ഒക്കെ നന്നായിരുന്നു, പക്ഷേ ഇതിനകത്ത് കൊണ്ടുവന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അവരെ പ്ലേസ് ചെയ്തിരിക്കുന്ന ആൾക്കാർ അതിനെ നല്ല രീതിയിൽ ക്യാരി ഫോർവേഡ് ചെയ്തു അല്ലെങ്കിൽ അതിനോട് നീതി പുലർത്തിയോ എന്നുള്ളത് മാത്രമാണ് സംശയം. എനിവേ, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. കേരളത്തിലും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്ന് നമ്മളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും. നമ്മളുടെ മനസ്സിൻ്റെ ഒരു 80% അങ്ങനെയല്ല എന്ന് പറഞ്ഞാലും ഒരു 20% നമ്മൾ മറിച്ചൊന്ന് ചിന്തിച്ചു പോകും. ആർക്കെങ്കിലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് പറയണം, ഞാൻ കാത്തിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.